എഴുതിക്കോളൂ കേട്ടോ. ഓനിയൻ ഫ്രൈ, റൈസ് ചിക്കൻ ഓനിയൻ ഫ്രൈ, ഓയില്, ഡാൽഡ, ഗീ, ഗരം മസാല, ചില്ലി പേസ്റ്റ്, സാൾട്ട്, ഗ്യാസ്. ഡാൽഡ, ബാക്ക്. ഓലൻ റൈസ്, ജീര റൈസ്, ബസ്മതി. ഇതില് നമ്മള് 80 റുപ്യ, 135 റുപ്യ, 150 റുപ്യ അതാണ് റൈസുകളുടെ കണക്ക്. ചിക്കന് 150 മുതൽ 200 രൂപ വില, ഫ്രൈ ഓനിയന് 240 മുതൽ 240 റേറ്റ് 100 ഗ്രാം പെർ kg, ഓയിൽ 140 രൂപ 100. അതുപോലെ മറ്റു സാധനങ്ങൾ ഗരം മസാല, ടി പേസ്റ്റ്, സാൾട്ട്, ഗ്യാസ്. ഓക്കെ. നിക്കാട്, തൈര് ലിറ്ററിന് 75 രൂപ, 100 ml ആണ് വേണ്ടി വരും. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഏകദേശം അളവുകളൊക്കെ മനസ്സിലായില്ലേ? ഇത് കറക്റ്റായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് സെയിൽ എഫക്റ്റ് ആവാന്നുള്ളതും ഇതിൻ്റെ കാൽക്കുലേഷനും നിങ്ങൾ കണ്ടുപിടിക്കണം. 1 കിലോ ഇറച്ചിയും 1 കിലോ റൈസും ഉപയോഗിക്കുമ്പോൾ മീൻസ് ജനറലായിട്ട് കാൽക്കുലേഷൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് കൊണ്ടുപോയാൽ മതി, റൈസിലുള്ള മാറ്റത്തിലേക്ക്. ഓക്കെ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അത് ഓരോ പേജിലും വൃത്തിയായിട്ട് എഴുതുക. 1.5 ചിക്കനും 1 റൈസും, ഒരു ചിക്കനും 1.5 റൈസും, 1 കിലോ ചിക്കനും 2 കിലോ റൈസും, പിന്നെ 2 കിലോ ചിക്കനും 1 കിലോ റൈസും. ഇതിൽ നമ്മൾ 10 ബിരിയാണി ബോക്സ് എടുക്കണം. 10 ബിരിയാണി ബോക്സ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഓരോരുത്തരും കോപ്പി അടിക്കാതെ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ
നിങ്ങളുടെ ബിസിനസ്മാൻ കപ്പാസിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ടൈം വരുന്നു എന്നുള്ളതൊക്കെ നമ്മളിൽ നിന്ന് പഠിച്ചിട്ടാണ് അടുത്ത സ്റ്റേജിൽ നിങ്ങൾ കൊണ്ടുപോകുക. രണ്ടാമത്, ഈ ബിരിയാണികളുടെ റൈസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 100 ഗ്രാം റൈസ് കുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോസ്റ്റ് എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓരോ റൈസിന് നിങ്ങൾക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവുകൾ മറ്റൊക്കെ പറഞ്ഞു തന്നല്ലോ. റെഡി? അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളിതൊന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് എന്നെ എഴുതി കാണിക്കും. അത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാൻ പറ്റുക. റെഡി?